വഖഫ് ഭേദഗതി നിയമം കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയമായി കേരളം ചർച്ച ചെയ്തൊരു വിഷയമാണ്. മുനമ്പത്തൊക്കെ ഇതെന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ള വിവരങ്ങൾ ഒക്കെ വലിയ സജീവ ചർച്ചയാണ്, നമുക്കറിയാം. ഇതിനിടയിൽ ഇന്ന് കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായി എന്നുള്ളതാണ് ഇതിൽ നിർണായകമായത്. അത് വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭാഗികമായ സ്റ്റേ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടരണം, വഖഫ് നൽകാൻ, തർക്കഭൂമിക്ക് വഖഫ് പദവി നഷ്ടമാകും എന്നടക്കമുള്ള വിവാദ വ്യവസ്ഥകൾക്ക് സ്റ്റേ വരുത്തിയിരിക്കുന്നത് സുപ്രീം കോടതി എന്ന് നിർണായകമാണ്. വഖഫ് ബോർഡുകളിൽ അമുസ്ലിങ്ങളുടെ എണ്ണം 3-ൽ കൂടുതലാകരുതെന്നുള്ള കോടതിയുടെ നിർദ്ദേശവും ഇന്ന് പുറത്തു വന്ന പശ്ചാത്തലമുണ്ട്. അതിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായി. ഇതിൽ അന്തിമ വിധിയല്ല എന്നും നിയമം മുസ്ലിം വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളിയെന്നുമാണ് ഇന്ന് ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് RV ബാബു ഇതുമായി ബന്ധപ്പെട്ട് ന്യൂസ് 18നോട് പ്രതികരിക്കുന്നത്. വഖഫ് നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ്. അതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല. അത് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ എതിരാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞു വന്നത്. അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നല്ലേ ഇതിൽ മനസ്സിലാക്കേണ്ടത്. നിയമത്തിൽ എന്തെങ്കിലും ചെറിയ അപാകതകളുണ്ട്, അത് ഭാഗികമായിട്ട് നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ടെങ്കിൽ, ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മുനമ്പം സമരസമിതിയുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അതിൽ വഖഫ് നിയമത്തിലെ സെക്ഷൻ 2A സ്റ്റേ ഇല്ലാത്തത് ആശ്വാസകരമെന്നാണ് മുനമ്പം സമരസമിതി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. കേരള വഖഫ് ബോർഡ് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മുനമ്പം സമരസമിതിയുടെ നേരത്തെയുള്ള നിലപാട്. ഇതേതാണ്ട് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിൽ സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും മുനമ്പം സമരസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനുശേഷം ഒക്ടോബർ 13-ാം തീയതി ഇവിടെ എല്ലാ സമുദായ നേതാക്കന്മാരും, അതേപോലെ തന്നെ എല്ലാ സമുദായ നേതാക്കന്മാരും വഞ്ചി സ്ക്വയറിലും സെപ്റ്റംബർ 27-ാം തീയതിയും പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളുടെ കാര്യമൊന്നും നടക്കണില്ല, വിവാഹ ചടങ്ങ് നടക്കണില്ല. ഞങ്ങളുടെ ഈ പട്ടയം സൊസൈറ്റിയിൽ എവിടെയെങ്കിലും പണയം വെച്ചാലും ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇതൊന്നും ഒരാൾക്ക് നടക്കണില്ല. എനിക്ക് 63 വയസ്സായി. ഞാൻ 63 കൊല്ലം ഇവിടെ താമസിക്കുന്നത്. 10-35 കൊല്ലം ഞങ്ങൾ ഇത് വില കൊടുത്ത് മേടിച്ചിട്ട്. പിന്നെ ഇവരുടെ ഭൂമിയാന്ന് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു. ഇപ്പം ഇന്ന് ഞാൻ ജോലിക്ക് പോകേണ്ട ആളാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. ഞാൻ ഇന്ന് ജോലിക്ക് പോകേണ്ട ആളാണ്. എനിക്കത് ജോലിക്ക് പോകാൻ പറ്റിയില്ല. നിരാഹാരം ഇരിക്കണ്ടേ? ഇപ്പം ഗവൺമെന്റിന് ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ള എല്ലാ വകുപ്പുകളും ഉണ്ട്. അപ്പം ഇനിയും ഞങ്ങളിട്ട് താമസിപ്പിക്കാതെ ഞങ്ങൾക്കത് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾ പറയണത്. ഞങ്ങൾ ഇവിടെ ഈ കടപ്പുറത്ത് എല്ലാവരും സമ്പന്നരാരുമില്ല, എല്ലാം വേലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് ജീവിക്കുക, ഭർത്താവില്ല, മക്കളില്ല, മക്കൾ മരിച്ചുപോയി, അങ്ങനെയൊക്കെ. എന്നാലും ഇതിനു വേണ്ടി ഞങ്ങൾ സുഖമില്ലെങ്കിലും സമരപ്പന്തലിൽ വന്ന് ലഹരി ഒരുക്കണേണ്. ഞങ്ങളുടെ കണ്ണീര് സർക്കാർ കണ്ട് ഞങ്ങളുടെ കാര്യത്തിന് എളുപ്പം ഒരു നടപടി എടുത്ത് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അനധികൃതമായിട്ട് ഇവരെഴുതിയെടുത്തിരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെ സുപ്രീം കോടതിയും അസന്നിഗ്ധമായി പറഞ്ഞതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇനി ഒളിച്ചോടാൻ സാധിക്കില്ല. ഇതിനിടയിൽ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ജുഡീഷ്യറിലുള്ള തങ്ങളുടെ ആത്മവിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രതികരണങ്ങൾ വന്ന ഒരു സുപ്രീം കോടതി വിധി കൂടിയായി ഇത് മാറുകയുണ്ടായത്. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകളിലേക്ക്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് പല പാർട്ടികളും ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്നുണ്ടായ വിധി ബന്ധപ്പെട്ടവരിൽ നിന്നും കേട്ടതനുസരിച്ച് വളരെയധികം സന്തോഷകരമാണ്. ജുഡീഷ്യറിയിൽ നമുക്കുള്ള വിശ്വാസം ഒന്നും കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.